എല്ലാവർക്കും പരിസര പഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള ജലവും മണ്ണുമാണ് എടുക്കാൻ പോകുന്നത്. എന്താണ് ജലവും മണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടിലെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളിൽ ഒന്നാണ് എന്ത് ജലവും മണ്ണും അല്ലേ. അപ്പോൾ വെള്ളം ജലം നമുക്ക് എങ്ങനെയൊക്കെ കിട്ടുന്നു, എന്തൊക്കെയാണ് ജലത്തിൻ്റെ സ്രോതസ്സുകൾ, മണ്ണ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ, പ്രയോജനങ്ങൾ എന്നിവയൊക്കെയാണ് നമ്മൾ ഈ അധ്യായത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പാഠഭാഗമാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, നോക്കൂ, ഫസ്റ്റ് പേജിൽ എന്താ കാണുന്നത്, നമുക്ക് വായിച്ചു നോക്കിയാലോ. ഇതൊരു കവിതയാണല്ലേ. കുട്ടനും കൂട്ടരും കളികൾ തുടങ്ങി, പെട്ടെന്നയ്യ ചെറുമഴ ചാറി, മാനമിരുണ്ടു വെള്ളിടി പാറി, കുട്ടനും കൂട്ടരും വീട്ടിലേക്കോടി, ചെറുമഴ പുതുമഴ കലപിലമേളം, ആ മഴ പിന്നെ പെരുമഴയായി, പെരുമഴ മാറി കാർമുകിൽ നീങ്ങി, മണ്ണ് കുളിർത്തു പൂക്കൾ ചിരിച്ചു, കുട്ടൻ കൂട്ടാർക്കൊപ്പം കൂടി ആർത്തു തിമർത്തു തകതിമിതോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിൽ എന്താ കാണുന്നത്, മരം ഉണ്ടല്ലേ. നല്ല ഭംഗിയുള്ള ചിത്രം ഉണ്ട്. അതിൽ മരം എന്താ പറയുന്നത്, മഴത്തുള്ളികൾ എൻ്റെ ഇലകളിൽ തട്ടി ചിന്നിത്തെറിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. മരം എന്താ പറയുന്നത്, മഴത്തുള്ളികൾ എൻ്റെ ഇലകളിൽ തട്ടി ചിന്നിത്തെറിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. നോക്കൂ, ആ മരത്തിൻ്റെ പൊത്തിൽ ഒരു കിളി ഇരിക്കുന്നുണ്ട് അല്ലേ. ആ കിളി എന്താ പറയുന്നത്, ഞാൻ ഈ പൊത്തിലായത് കൊണ്ട് മഴ നനഞ്ഞില്ല, നല്ല തണുപ്പ്. തൊട്ടടുത്ത് തന്നെ എന്തുണ്ട്, ഒരു പുല്ലുണ്ടല്ലേ, പുൽച്ചെടി ഉണ്ടല്ലേ. പുൽച്ചെടി എന്താ പറയുന്നത്, മണ്ണ് നനഞ്ഞു കുതിർന്നു, എനിക്കിനി പുതുനാമ്പുകൾ വളർന്നു വരും. ഇവരെന്തിനെക്കുറിച്ചാണ് പറയുന്നത്, മഴ പെയ്തപ്പോൾ ഇവർക്കൊക്കെ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണല്ലേ പറയുന്നത്. മരം എന്താ പറഞ്ഞിരുന്നത്, മഴത്തുള്ളികളെ ഇലയിൽ തട്ടിത്തെറിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു പറഞ്ഞു. കിളി എന്താ പറഞ്ഞത്, നല്ല തണുപ്പുണ്ട് അല്ലേ. പിന്നെയോ പുൽക്കൊടി എന്താ പറഞ്ഞത്, എനിക്കിനി പുതിയ നാമ്പുകളിലെ മഴ പെയ്ത പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങൂല്ലേ. അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് മഴ പെയ്തതിലേ. നോക്കൂ, മഴ കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ പരിസരത്തുണ്ടാവുക, എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. എന്തൊക്കെ മാറ്റങ്ങളുണ്ടാവും, നല്ല തണുപ്പുണ്ടാവും. പിന്നെയോ നമ്മുടെ ചുറ്റുള്ള പുഴ, തോട്, കുളം ഇതൊക്കെ എന്താണ് വെള്ളം കൊണ്ട് നിറയും. പിന്നെയോ നമ്മുടെ പറമ്പിലും മുറ്റത്തൊക്കെ എന്താണ് ചെറിയ ചെറിയ പുല്ലുകളിലെ മുളച്ചു തുടങ്ങും. പിന്നെയോ ചെടികളും പൂക്കളും ഒക്കെ എന്താണ് നന്നായിട്ട് ഇല വന്ന് കാട് പോലെ വളരും അല്ലേ. പുതിയ ഇലകളൊക്കെ വന്ന് തളിർക്കുമ്പോൾ. നിങ്ങളുടെ പ്രദേശത്ത് എല്ലാ കാലത്തും മഴ ലഭിക്കാറുണ്ടോ? ഇല്ല, നമ്മുടെ നാട്ടിൽ എന്താണ് എല്ലാ സമയത്തും മഴ ലഭിക്കുമോ? ഇല്ലല്ലേ. ഏതൊക്കെ മാസങ്ങളിലാണ് മഴ ലഭിക്കുന്നത്? നമ്മുടെ നാട്ടിലെ ഏതൊക്കെ മാസങ്ങളിലാണ് മഴ ലഭിക്കുന്നത്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയല്ലേ. പിന്നെ അതുപോലെ ഒക്ടോബർ മുതൽ നവംബർ വരെ, അതായത് ഇടവപ്പാതിയിലും തുലാവർഷത്തിലുമാണ് നമ്മുടെ നാട്ടിൽ മഴ ലഭിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ ജൂണിൽ പെയ്ത മഴ സംബന്ധിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ നോക്കൂ. എന്താണ് വാർത്തകൾ? കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ, തിരുവനന്തപുരം ജില്ലയിൽ മഴയിൽ കുറവ്. ഇതാണ് കഴിഞ്ഞ ജൂൺ മാസത്തെ വാർത്തയാണ് പത്രത്തിലെ. മഴയുടെ അളവിലുള്ള വ്യത്യാസം എങ്ങനെയാവും കണ്ടെത്തിയത്? മഴ അളക്കാൻ കഴിയുമോ? മഴ അളക്കാൻ കഴിയൂലേ. മുറ്റത്ത് വെച്ചിരിക്കുന്ന ഒഴിഞ്ഞ പാത്രങ്ങളിൽ മഴ പെയ്തു കഴിയുമ്പോൾ വെള്ളം കാണാം. പെയ്ത മഴയുടെ അളവിൻ്റെ സൂചനയാണ് പാത്രത്തിലെ വെള്ളം നൽകുന്നത്. ഈ വെള്ളം നമുക്ക് അളക്കാൻ സാധിക്കുമോ? മഴ അളക്കാനുള്ള ഒരു ഉപകരണം നമുക്ക് നിർമ്മിച്ചാലോ? മഴവെള്ളം നമുക്ക് അളക്കണമല്ലേ. മഴ എത്ര പെയ്തു എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മഴവെള്ളം അളക്കും. അതിനുവേണ്ടി നമ്മളൊരു ഉപകരണം തയ്യാറാക്കാൻ പോവുകയാണ്. അതിൻ്റെ പേരെന്താണ്? മഴമാപിനി. മഴ അളക്കുന്നതിനുള്ള ലളിതമായ ഒരു ഉപകരണമാണ് മഴമാപിനി. ഇത് എങ്ങനെ നിർമ്മിക്കാം? അപ്പോൾ നമുക്ക് മഴമാപിനിയിലെ മഴവെള്ളം അളക്കുന്നതിനുള്ള ഉപകരണമാണ് മഴമാപിനി. അതെങ്ങനെ നിർമ്മിക്കാൻ നോക്കിയാലോ. അതിനാവശ്യമായ സാമഗ്രികൾ എന്തൊക്കെയാണ്? ചില്ല് കുപ്പി, ഫണൽ, ചോർപ്പ് അല്ലേ, സ്കെയിൽ. ഇനി എങ്ങനെ നിർമ്മിക്കുന്ന വിധം, ചില്ല് കുപ്പിയിൽ ഒരു സ്കെയിൽ ചിത്രത്തിലേതുപോലെ ചേർത്ത് ഉറപ്പിച്ചു വയ്ക്കുക. ചില്ല് കുപ്പിയുടെ മുകളിൽ ഫണൽ വയ്ക്കുക. കുപ്പി തുറസായ സ്ഥലത്ത് ഉറപ്പിച്ചു വയ്ക്കുക.
എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് ജലനിരപ്പ് രേഖപ്പെടുത്തുക. ഇതാ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് നമ്മൾ മഴമാപിനിയിലെ ആവശ്യമായ സാമഗ്രികൾ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ചില്ലുകുപ്പി, ഫണൽ, സ്കെയില്, ഈ 3 സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ലളിതമായ രീതിയിൽ മഴ അളക്കുന്ന ഉപകരണം ഉണ്ടാക്കാൻ പറ്റില്ലേ? മഴമാപിനി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് മഴമാപിനി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മഴ അളക്കുന്ന ഒരു ഉപകരണമാണ് മഴമാപിനി. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? കൂട്ടുകാരൊന്നിച്ച് മഴമാപിനി നിർമ്മിച്ച് ഓരോ ദിവസത്തെയും മഴ അളന്ന് താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കൂ. നമ്മൾ മഴമാപിനി നിർമ്മിച്ചിട്ട് ഈ താഴെ തന്നിട്ടുള്ള പട്ടിക എന്ത് ചെയ്യണം? പൂർത്തിയാക്കും വേണം. എങ്ങനെയാണ്? 7 ദിവസം അല്ലേ? 7 ദിവസത്തെ മഴയുടെ അളവാണ് നമ്മൾ നോക്കുന്നത്, അതിൻ്റെ തീയതി. അതുപോലെ നമ്മൾ സ്കെയിലിൽ മഴ ലഭിച്ച അളവ് നോക്കിയിട്ട് ഇവിടെ ലഭിച്ച മഴയുടെ അളവും കൂടെ ഇവിടെ എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. എന്ത് ചെയ്യണം? ഓരോ ദിവസവും ലഭിച്ച മഴയുടെ അളവ് ക്ലാസ് മുറിയിലെ ബുള്ളറ്റിൻ ബോർഡിൽ രേഖപ്പെടുത്തുമല്ലോ. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഏത് ദിവസമാണ്? ഏറ്റവും കുറവ് ലഭിച്ചതോ? തീരെ മഴ ലഭിക്കാത്ത ദിവസമുണ്ടോ? ഇത് നമ്മൾ ഈ പട്ടിക പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, എനിക്കും ഒരു മഴമാപിനി വീട്ടിൽ തയ്യാറാക്കൂ. ഓരോ ദിവസവും ലഭിച്ച മഴയുടെ അളവ് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ രേഖപ്പെടുത്തി കണ്ടെത്തലുകൾ അവതരിപ്പിക്കൂ. അതുപോലെ നമ്മൾ നേരത്തെ കൂട്ടുകാരൊന്നിച്ചിട്ടാണല്ലേ മഴമാപിനി ഉണ്ടാക്കിയത്. ഇനി നിങ്ങളും സ്വന്തമായിട്ട് ഓരോരുത്തരും ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് മഴ നിങ്ങളുടെ വീട്ടിൽ എത്ര പെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തി എഴുതി വെക്കണം. അതാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ പെയ്യുന്ന മഴയൊക്കെ മഴവെള്ളമൊക്കെ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയോ? അതിനായിട്ട് നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കാം. മഴവെള്ളം എവിടേക്ക്? മഴ പെയ്തു കഴിഞ്ഞാൽ മഴവെള്ളം എങ്ങോട്ടാണ് പോകുന്നത്? നമുക്കൊരു പ്രവർത്തനം ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കതിന് മഴവെള്ളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു പ്രവർത്തനം ചെയ്ത് നോക്കാം. ചിത്രം 1 നോക്കൂ. ഉണങ്ങിയ മണ്ണ് നിറച്ച് അടിഭാഗത്ത് ഒരു വശത്ത് ദ്വാരമിട്ട പ്ലാസ്റ്റിക് കുപ്പി. എന്താ ചെയ്യേണ്ടത്? ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു വശത്ത് അടിഭാഗത്ത് ഒരു വശത്ത് ഒരു ദ്വാരം ഇടണം. എന്നിട്ട് അതിൽ ഉണങ്ങിയ മണ്ണ് നിറയ്ക്കണം. ഇനി ചിത്രം 2 എന്താ കാണുന്നത്? ഒരു പ്ലാസ്റ്റിക് കുപ്പിയുണ്ട്, വെള്ളമുണ്ട്, സൂചിയുണ്ട്. ചിത്രം 2 വസ്തുക്കൾ ഉപയോഗിച്ച് ചിത്രം 1 പാത്രത്തിലെ മണ്ണിലേക്ക് മഴ പെയ്യിക്കൂ. നമ്മൾ എന്ത് ചെയ്യണം? ഈ വെള്ളം പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് ഈ സൂചി കൊണ്ട് ചെറിയ ധാരമിടുക. അപ്പോൾ മഴ പോലെ പെയ്യൂലേ? മണ്ണിൽ വീണ വെള്ളത്തിന് എന്ത് സംഭവിച്ചു? നിന്നിട്ട് നമ്മൾ ഈ ചിത്രം ഉണങ്ങിയ മണ്ണ് നിറച്ച് വെച്ച പാത്രത്തിലേക്ക് അത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ മണ്ണിലേക്ക് വീണ വെള്ളത്തിന് എന്ത് സംഭവിച്ചു? കണ്ടെത്തലുകൾ അവതരിപ്പിക്കുകയും എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതുകയും ചെയ്യൂ. ചിത്രം വരച്ചു ചേർക്കൂ. അപ്പോൾ നമ്മൾ ഈ ചിത്രം 2 പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം ഒഴിച്ചിട്ട് സൂചി കൊണ്ട് ചെറിയ ദ്വാരം ഇട്ടിട്ട് ഈ ചിത്രം 1 ഉണങ്ങിയ മണ്ണിലേക്ക് മഴ പോലെ പെയ്യിക്കുമ്പോൾ വെള്ളം എങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത് കാണാം? മണ്ണിലേക്ക് ഇറങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ? മണ്ണ് വെള്ളം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഉണങ്ങിയ മണ്ണ് വെള്ളത്തിനെ വലിച്ചെടുത്ത് മണ്ണിനടിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജലസ്രോതസ്സുകളെ പറ്റിയാണ്. ഇവിടെ 3 കുട്ടികളുണ്ടല്ലേ? അവരെന്തൊക്കെയാണ് പറയുന്നത് നോക്കിയാലോ? എൻ്റെ വീട്ടിലെ കിണറ്റിൽ നിറയെ വെള്ളമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ കുഴൽ കിണറാണ്. അതിലത്ര വെള്ളമുണ്ടെന്ന് കാണാൻ കഴിയില്ല. തൊടിയിലെ കുളത്തിൽ നിന്നാണ് കൃഷിക്കും വീട്ടിലെ ആവശ്യത്തിനുമുള്ള ജലം ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവർ 3 പേരും അല്ലേ? എന്തൊക്കെയാണ് പറയുന്നത്? ഒരു കുട്ടിയുടെ വീട്ടിൽ കിണറിനെ പറ്റിയാണ് പറയുന്നത്. കിണറിൽ നിറയെ വെള്ളമുണ്ട്. രണ്ടാമത്തെ കുട്ടി എന്താ പറയുന്നത്? അവൻ്റെ വീട്ടിലെന്താണ്? കുഴൽ കിണറാണ് ഉള്ളത് എന്നല്ലേ. മൂന്നാമത്തെ കുട്ടി എന്താ പറയുന്നത്? അവരുടെ വീട്ടിൽ കുളത്തിൽ നിന്നാണ് കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം എടുക്കുന്നത്. ഇതൊക്കെ എന്താണ്? ഈ കുഴൽ കിണറും അതുപോലെ കുളമൊക്കെ എന്താണ്? ജലസ്രോതസ്സുകളാണ് അല്ലേ. നിങ്ങളുടെ വീടുകളിൽ എവിടെ നിന്നാണ് ജലം ലഭിക്കുന്നത് എന്ന് എഴുതൂ. നമ്മുടെ വീട്ടിലും നമ്മൾ കുളിക്കാനും കുടിക്കാനും ചെടി നനയ്ക്കാനും വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വെള്ളം ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലേ. അത് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ എഴുതിയ. ഓക്കെ, ഇനി ഇവിടെ എന്താ തന്നിട്ടുള്ളത്? സുരംഗയും കേണിയും.
എന്താണ് സുരംഗയും കേണിയും നമുക്ക് നോക്കാം. ഒരാൾക്ക് നടന്നു പോകാൻ മാത്രം വലുപ്പമുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ച് അതിലൂടെ ഭൂഗർഭജലത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സംവിധാനമാണ് സുരംഗ എന്നറിയപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയിലും കർണാടകത്തിൻ്റെ ചില ഭാഗങ്ങളിലുമാണ് സുരംഗകൾ ഉള്ളത്. സുരംഗം എന്താണ്? ഒരാൾക്ക് അതിലൂടെ നടന്നു പോകാൻ പറ്റൂലേ? അങ്ങനെ ഭൂമിയുടെ ഉള്ളിലേക്കുള്ള ഒരു തുരങ്കമാണ് എന്ത്? സുരംഗ എന്ന് പറയുന്നത് അല്ലേ. ഇനി അടുത്തത് കേണി. കേണി എന്നാൽ കിണർ എന്നാണ് അർത്ഥം. കേണി എന്ന് പറഞ്ഞാൽ എന്താണ്? കിണർ. വലിയ മരത്തടികൾ തുരന്ന് ഭൂമിയിലേക്ക് താഴ്ത്തിയാണ് കേണികൾ നിർമ്മിക്കുക. നേരിട്ട് പാത്രങ്ങൾ കൊണ്ട് വെള്ളം കോരിയെടുക്കാവുന്നത്ര ആഴമേ കേണികൾക്കുണ്ടാവൂ. കേരളത്തിലെ പല ആദിവാസി വിഭാഗങ്ങളും ഇപ്പോഴും കേണികൾ ഉപയോഗിക്കുന്നുണ്ട്. കേണി എന്ന് പറഞ്ഞാൽ എന്താണ്? കിണർ എന്നാണല്ലേ അർത്ഥം. അതെന്താണ്? മരത്തിൻ്റെ കുറ്റിയിൽ നിന്നും ഭൂമിയിലേക്ക് താഴ്ത്തിയിട്ടാണ് അതിൽ നിന്നും വെള്ളം എടുക്കുന്നത് അവർ. അതിനാണ് നമ്മൾ കേണി എന്ന് പറയുന്നത് അല്ലേ. കേരളത്തിൽ ഇതുണ്ട് ഇല്ലേ. ഇപ്പോഴും ചില ആദിവാസി വിഭാഗങ്ങളിൽ വയനാട് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും കേണി കണ്ടുവരുന്നുണ്ട്. നമ്മൾ വിവിധ തരത്തിലുള്ള ജലസ്രോതസ്സുകൾ പഠിച്ചു അല്ലേ. ഏതൊക്കെയായിരുന്നു? കിണർ, കുഴൽ കിണർ, കുളം, അതുപോലെ ഇനി വേറെ എന്തൊക്കെയുണ്ട്? പുഴ, കടൽ, കായൽ, ഇതൊക്കെ എന്താണ്? മറ്റ് ജലസ്രോതസ്സുകളാണല്ലേ. ഇനി നിങ്ങൾക്ക് അറിയുന്ന ജലസ്രോതസ്സുകൾ കൂടി കണ്ടെത്തി എഴുതി കൊടുക്കണം. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താണ്? ജീവജലം. ഇവിടെ ഒരു ചിത്രം ഉണ്ട്, നോക്കൂ. എന്താണ്? എല്ലാവരും ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ടല്ലേ. അവിടെ വെള്ളം കുടിക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട് അല്ലേ. നോക്കൂ ചിത്രത്തിൽ ഏതെല്ലാം ജീവികളാണുള്ളത്? തേനീച്ച, പരുന്ത്, ആന, മാൻ, മുതല, മീന്, കൊക്ക്, തവള, കടുവ, പിന്നെന്താണ്? കാട്ടുപോത്ത്, കുരങ്ങൻ, പാമ്പ്, ഇത്രയും ജീവികളെ നമ്മൾ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലേ. എല്ലാവരും കണ്ടില്ലേ ചിത്രത്തിൽ? ചിത്രം നിരീക്ഷിക്കൂ. പുഴയിലെ ജലം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഈ ജീവികൾ ഉപയോഗിക്കുന്നത്? പട്ടിക പൂർത്തിയാക്കൂ. പട്ടിക: ജീവി, അതുപോലെ അവയ്ക്ക് ജലം കൊണ്ടുള്ള ആവശ്യങ്ങൾ. ഇവിടെ തന്നിട്ടുള്ളത് മീനിന് ജലം കൊണ്ടുള്ള ആവശ്യം എന്താണ്? അത് വെള്ളത്തിലാണല്ലേ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവാസത്തിന് വേണ്ടിയിട്ടില്ലേ, അത് വെള്ളത്തിൽ താമസിക്കാതെ അതിൻ്റെ ജീവിക്കാനുള്ള ചുറ്റുപാടാണ് എന്ത്? ജലം. അതുകൊണ്ട് ആവാസത്തിന് എന്ന് എഴുതാം നമുക്ക്. ഇനി ആന എന്തിനാണ്? വെള്ളം കുടിക്കാൻ, അതുപോലെ കുളിക്കാനുമാണ് ആനയ്ക്ക് വെള്ളം കൊണ്ടുള്ള ആവശ്യങ്ങൾ. ഇനി നമുക്ക് ഏതൊക്കെ എഴുതി കൊടുക്കാം? മുതല അല്ലേ. മുതല എവിടെയാണ് ജീവിക്കുന്നത്? വെള്ളത്തിൽ തന്നെയാണല്ലേ. മീനിനെ പോലെ വെള്ളത്തിലാണ് മുതലയും ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? ആവാസത്തിന്. ഇനി അടുത്തത് നമുക്ക് കൊക്ക് എഴുതി കൊടുക്കാം. എന്തിനാണ് കൊക്ക്? ആഹാരം ശേഖരിക്കാൻ അല്ലേ. വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ അതുപോലെയുള്ള ജന്തുക്കളൊക്കെയാണ് കൊക്ക് കഴിക്കുന്നത് അല്ലേ. അതുകൊണ്ട് അതിന് ആഹാരം ശേഖരിക്കാൻ. പിന്നെയോ നമുക്ക് പരുന്ത് എഴുതി കൊടുക്കാം അല്ലേ. പരുന്ത് എന്താണ്? വെള്ളം കുടിക്കാൻ അതുപോലെ കുളിക്കാൻ ഉപയോഗിക്കുന്നു. പിന്നെയോ കടുവ എഴുതി കൊടുക്കുക അല്ലേ. കടുവ എന്തിനൊക്കെയാണ്? വെള്ളം കുടിക്കാൻ അതുപോലെ കുളിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. കണ്ടെത്തലുകൾ അവതരിപ്പിക്കൂ. ഇതുപോലെ ഇനിയും മറ്റുള്ള ജീവികളതൊക്കെ നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഓക്കെ. ഇനി അതുപോലെ നാം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ജലം ഉപയോഗിക്കുന്നത്? നമ്മൾ ജീവികളിലെ ഒരുപാട് ജീവികൾ അവർക്ക് ജലം കൊണ്ടുള്ള ആവശ്യങ്ങൾ നമ്മൾ നോക്കി. അതുപോലെ ഇനി നമുക്ക് എന്തൊക്കെ ആവശ്യത്തിനാണ് ജലം നമ്മൾ ഉപയോഗിക്കുന്നത്? കുടിക്കാൻ, കുളിക്കാൻ, പിന്നെ അതുപോലെ കൃഷി ആവശ്യത്തിന്, ഭക്ഷണം പാകം ചെയ്യാൻ, അതുപോലെ നമുക്ക് ഓരോ ജോലികൾ ചെയ്യണമെങ്കിൽ എന്താണ്? വെള്ളം ആവശ്യമാണല്ലേ നമുക്ക്. അടുത്ത പേജിൽ ആവശ്യത്തിന് ജലം ലഭിക്കാതായാൽ മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും എന്തെല്ലാം സംഭവിക്കും? ചർച്ച ചെയ്ത് എഴുതൂ. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഒരുപാടുണ്ടല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞു കുടിക്കാൻ, കുളിക്കാൻ, കൃഷി ആവശ്യത്തിന്, ഭക്ഷണം പാകം ചെയ്യാൻ, അതുപോലെ നമുക്ക് ജോലി ചെയ്യാനല്ലേ. കൃഷി, അതുപോലെ വാഹനങ്ങൾ, അതുപോലെ ഒരുപാട് ജോലികൾ ചെയ്യാൻ എന്ത് ചെയ്യേണ്ടത്? നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതില്ലെങ്കിൽ എന്തെല്ലാമാണ് സംഭവിക്കുക? നമുക്ക് വെള്ളം ഇല്ലെങ്കിൽ, കുടിവെള്ളം ഇല്ലെങ്കിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാവില്ലേ. പിന്നെന്താണ്? നമ്മുടെ വയലും പുഴകളും കിണറുകളും കുളങ്ങളൊക്കെ എന്താണ്? വറ്റി വരണ്ടോ. നമ്മളെ ജലസ്രോതസ്സുകളൊക്കെ വറ്റി പോകും. പിന്നെ നമ്മുടെ ചുറ്റുപാട് മഴ പെയ്താൽ നമ്മൾ ഒരുപാട്
ചെടികളും പൂക്കളൊക്കെ ഉണ്ടാവുമെന്ന് പഠിച്ചു അല്ലേ? അതൊക്കെ എന്താണ് നശിച്ചു പോകും. പിന്നെയോ വെള്ളം കിട്ടാതെ ആയി കഴിഞ്ഞാൽ മനുഷ്യരെ പോലെ തന്നെ നമ്മൾ മുകളിൽ പഠിച്ച ജീവജാലങ്ങളൊക്കെ എന്താണ് ചത്തുപോകും. പിന്നെയോ നമുക്ക് കൃഷി ചെയ്യാൻ കഴിയില്ല അല്ലേ? അതുപോലെ ഭക്ഷണം പാകം ചെയ്യാൻ കഴിയില്ല. പിന്നെയോ ജോലിയിലെ വ്യവസായങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നോക്കൂ, പാഴാക്കരുതേ. നഗരമധ്യത്തിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് മുഴുവൻ വെള്ളത്തിൽ. ഇപ്പോൾ നമ്മൾ വാർത്തകളിലും നമ്മൾ ചിലപ്പോൾ യാത്ര പോകുമ്പോഴൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ലേ? ഇതുപോലെ പൈപ്പ് വെള്ളം പൊട്ടിയിട്ട് റോഡിലൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ജലം പാഴാക്കുന്ന മറ്റു സന്ദർഭങ്ങൾ ഏതെല്ലാമാണ്? ഇപ്പോൾ നമ്മൾ ഈ പൈപ്പ് ലൈനിലെ പൊട്ടി വെള്ളം പോകുന്നത് കണ്ടു. അതുപോലെ നമ്മൾ വെള്ളം പാഴാക്കുന്ന മറ്റു സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ടാങ്ക് നിറഞ്ഞൊഴുകല്ലേ? നമ്മുടെ വീട്ടിൽ വെള്ളം സംഭരിച്ച് വെക്കാനായിട്ട് ടാങ്ക് ഉണ്ടാവില്ലേ? അത് നിറഞ്ഞൊഴുകുന്നത്. പിന്നെയോ വാഹനം കഴുകുമ്പോൾ വെള്ളം പാഴാവുന്നുണ്ടല്ലേ? പിന്നെ അതുപോലെയോ നമ്മൾ പല്ല് തേക്കുമ്പോൾ പൈപ്പൊക്കെ ഇങ്ങനെ തുറന്നിടൂലേ? അതൊക്കെ എന്താണ്? വെള്ളം നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളാണ്. ജലം പാഴാകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും? എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? നമ്മൾ പല്ല് തേക്കുമ്പോൾ പൈപ്പിൽ നിന്ന് നേരിട്ട് വെള്ളം എടുക്കാതെ ബക്കറ്റിലോ പാത്രത്തിലോ ഒക്കെ ആയിട്ട് വെള്ളം എടുത്തിട്ട് കൊണ്ടുപോവുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ തേക്കുന്ന സമയത്ത് പൈപ്പ് തുറന്നിടുന്ന അവിടെ വെള്ളം നഷ്ടപ്പെടുന്നത് നമുക്ക് തടയാനാവും. അതുപോലെ ജലസംഭരണികളിലെ ടാങ്കുകളൊക്കെ എന്താണ് നിറഞ്ഞ് കവിഞ്ഞു പോകുന്നത് ഒഴിവാക്കുക. പിന്നെന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്? ജലമലിനീകരണമല്ലേ? നമ്മുടെ വാട്ടർ സ്രോതസ്സുകളൊക്കെ എന്താണ് മലിനീകരണപ്പെടുന്നത്? നമ്മളിപ്പോൾ പുഴയിലൊക്കെ കൊണ്ടുപോയിട്ട് വാഹനമൊക്കെ കഴുകുമ്പോൾ അതിൻ്റെ നിന്നുള്ള ഓയിലും കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ പടർന്നിട്ട് അതൊക്കെ നമ്മുടെ ജലാശയങ്ങളും ജലസ്രോതസ്സുകളൊക്കെ കേടുവരുന്നത് നമുക്ക് തടയാം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ജലാശയത്തിൻ്റെ പൈപ്പ് ലൈനൊക്കെ പൊട്ടിപ്പോയാൽ അത് വേഗം റിപ്പയർ ചെയ്യുക അല്ലേ? അത് നന്നാക്കി എടുക്കുക. ഇനി നോക്കൂ, ജലശുദ്ധീകരണം. മണ്ണിൽ വീണ് കലങ്ങിയ മഴവെള്ളം കിണറ്റിലേക്ക് എത്തുമ്പോൾ തെളിഞ്ഞു വരുന്നത് എങ്ങനെയാണ്? നമ്മൾ മഴ പെയ്യുമ്പോൾ ചെളിവെള്ളമാണല്ലേ മുറ്റത്തു കൂടെയൊക്കെ ഒഴുകി പോകുന്നത്. പക്ഷേ അത് കിണറിലെത്തുമ്പോൾ അത് നല്ല ശുദ്ധമായിട്ട് തെളിഞ്ഞു നിന്ന് തെളിവെള്ളമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ? അതെങ്ങനെയാണ് വരുന്നത്? മഴവെള്ളത്തിൻ്റെ ഒരു ഭാഗം മണ്ണിലൂടെ താഴേക്ക് അരിച്ചിറങ്ങുന്നു. ഇത് ഉറവയായി കിണറ്റിലും മറ്റ് ജലസ്രോതസ്സുകളിലും എത്തിച്ചേരുന്നു. മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോഴാണ് വെള്ളം തെളിഞ്ഞു വരുന്നത്. നമ്മൾ മഴ പെയ്യുമ്പോൾ ചളിവെള്ളം ഒലിച്ചു പോയിട്ട് മണ്ണിലേക്ക് ഇറങ്ങൂലേ? അത് മണ്ണിൽ ഒരുപാട് ഇറങ്ങി കിണറിലേക്ക് എത്തുമ്പോൾ മണ്ണിലൂടെ അത് അരിച്ചിറങ്ങുമ്പോഴാണത് തെളിവെള്ളമായിട്ട് മാറുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, മണ്ണിലൂടെയാണല്ലേ? മണ്ണിൽ അരിച്ചിറങ്ങുമ്പോഴാണ് വെള്ളം തെളിഞ്ഞു വരുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവില്ലേ? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ചെളിവെള്ളം പോയിട്ട് മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും ചെളിയല്ലേ ആവുക? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അതെങ്ങനെ പിന്നെ തെളിനീരായില്ലേ, തെളിഞ്ഞ വെള്ളമായി മാറി എന്നുള്ളതൊക്കെ സംശയം ഉണ്ടാവും. അങ്ങനെ സംശയമുള്ളവർക്കൊക്കെ ആയിട്ട് നമുക്ക് എന്താണ് ഒരു പരീക്ഷണം ചെയ്തു നോക്കാം. എങ്ങനെ തെളിവെള്ളം കിട്ടുന്നു, ചെളിവെള്ളം എങ്ങനെ തെളിവെള്ളമായി മാറുന്നു നോക്കാം. കലക്ക വെള്ളത്തെ തെളിനീരാക്കാം. 3 ചിരട്ടകളെടുത്ത് ഓരോന്നിലും ദ്വാരമിടുക. ദ്വാരമിട്ട ഭാഗത്ത് പഞ്ഞിയോ തുണിയോ വയ്ക്കുക. ചരൽ, മണൽ, ചിരട്ടക്കരി എന്നിവ ഓരോ ചിരട്ടകളിലായി നിറയ്ക്കുക. ഒരു ഗ്ലാസ്സിന് മുകളിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ ക്രമീകരിക്കുക. ഇനി മുകളിലെ ചിരട്ടയിൽ കലങ്ങിയ വെള്ളം ഒഴിച്ചു നോക്കൂ. നമ്മളിപ്പോൾ എങ്ങനെയാണ് തെളിനീരുണ്ടാക്കുക, കിണറിൽ എങ്ങനെ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞില്ലേ? അങ്ങനെ അത് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പരീക്ഷണം. അതിന് 3 ചിരട്ടകൾ എടുക്കുക. ഓരോ ചിരട്ടയ്ക്കും ഓരോ ദ്വാരം ഉണ്ടാക്കിയിട്ട് അതിൽ തുണി വെക്കണം അല്ലേ? ആ ദ്വാരത്തിൽ പഞ്ഞിയോ അല്ലെങ്കിൽ തുണിയോ വയ്ക്കുക. എന്നിട്ട് ചരൽ, മണൽ, ചിരട്ടക്കരി എന്നിവ ഓരോ ചിരട്ടകളിലായി നിറച്ചിട്ട് അതിൽ ചെളിവെള്ളം ഒഴിച്ചിട്ട് അടിയിലൊരു ഗ്ലാസ് വെച്ച് നോക്കുക. അപ്പോൾ ഈ കലങ്ങിയ വെള്ളം, ചരൽ, മണൽ, ചിരട്ടക്കരി ഈ 3 ചിരട്ടകളിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ പറ്റിയിട്ടുണ്ടാവുക? എന്തായിരിക്കും നമ്മൾ കാണുക? ഈ 3 ഈ ചിരട്ടകളിലൂടെയും കടന്നു വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും?
നമ്മൾ എന്താണ് ആ പരീക്ഷണത്തിൽ കാണാൻ നമുക്ക് പറ്റുക? ആ വെള്ളം തെളിവെള്ളമായിട്ട് മാറുന്നത് കാണാൻ പറ്റും അല്ലേ? അത് നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ എഴുതി ചേർക്കാനാണ് പറയുന്നത്. ഇതേ രീതി ഉപയോഗിച്ചാണ് മഴവെള്ള സംഭരണികളിൽ ജലം അരിച്ചെടുക്കുന്നത്. ഇങ്ങനെയാണ് മഴവെള്ളം അരിച്ചെടുക്കുന്നത്. ഇനി താഴെ നോക്കൂ. സ്ഥാപനങ്ങളിലും വീടുകളിലും കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനായുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ശുദ്ധജലക്ഷാമം രൂക്ഷമായ ചില രാജ്യങ്ങളിൽ കടൽ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമായി ഉപയോഗിക്കുന്നു. പൊതുജലവിതരണ സംവിധാനങ്ങളിലൂടെ വീടുകളിൽ ലഭിക്കുന്ന വെള്ളം വിവിധ ജലസ്രോതസ്സുകളിൽ നിന്ന് ശേഖരിച്ച് ശുദ്ധീകരിച്ചതാണ്. ഇങ്ങനെ ജലവിതരണം അല്ലേ, നമ്മുടെയൊക്കെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ അതുപോലെ ഓരോ സ്ഥാപനങ്ങളിൽ ചെന്ന് ഇതുപോലെ വെള്ളം വെച്ചിട്ടുള്ളത് നമ്മൾ കാണുന്നുണ്ടല്ലേ. ഇതൊക്കെ ഓരോ ജലസ്രോതസ്സുകളിൽ നിന്നും ശേഖരിച്ചെടുത്തിട്ട് ശുദ്ധീകരിച്ചിട്ടുള്ള വെള്ളമാണ്. നോക്കൂ, ഇനി അടുത്തത് എന്താണ്? മണ്ണിൻ്റെ പ്രാധാന്യം. ഇവിടെ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ. അതിൽ ആരൊക്കെയുണ്ട്, അവരെന്താ പറയുന്നത് നോക്കിയാലോ നമുക്ക്. മണ്ണിലെ മാളങ്ങളിലാണ് ഞങ്ങളുടെ താമസം അല്ലേ. എന്താ ജീവി പറയുന്നത്? മുള്ളംപന്നിയാണല്ലേ. മുള്ളംപന്നി എന്താണ് പറയുന്നത്? മണ്ണിലെ മാളങ്ങളിലാണ് ഞങ്ങളുടെ താമസം. ഇനിയോ അവിടെ ഒരു പയർമണി വിത്ത് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടല്ലേ മണ്ണിൽ നിന്നും. അവരെന്താ പറയുന്നത്? മണ്ണിലായിരുന്നു ഞാൻ ജലം ലഭിച്ചപ്പോൾ പുറത്തു വന്നു. വിത്ത് മണ്ണിനുള്ളിൽ കിടക്കുകയായിരുന്നു, ജലം ലഭിച്ചപ്പോൾ അത് പുറത്തു വന്നു. ഇനി അടുത്തത് എന്താണ്? മണ്ണിരയാണല്ലേ. മണ്ണിര പുഴുക്കൾ എന്താണ് മണ്ണിലുണ്ടല്ലേ. ഞാൻ എന്നും മണ്ണിൽ തന്നെ. മണ്ണുകൊണ്ട് ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും എന്തെല്ലാം പ്രയോജനങ്ങളാണുള്ളത്? മണ്ണുകൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ജന്തുക്കൾക്കുള്ളത്? അവർക്ക് വാസസ്ഥലമാണല്ലേ. അവർ മാളങ്ങളും കുഴികളൊക്കെ ഉണ്ടാക്കിയിട്ട് മണ്ണിലാണ് താമസിക്കുന്നത്. സസ്യങ്ങൾക്കോ അവരുടെ വേര് ഇല്ലേ, അവരുടെ വേര് മണ്ണിലാണ് ഉറച്ചു നിൽക്കുന്നത് ഇല്ലേ. അതുകൊണ്ടാണ് അവർക്ക് നന്നായിട്ട് വളരാൻ പറ്റുന്നത്. അപ്പോൾ സസ്യങ്ങളുടെ വേരുകളെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തി സസ്യങ്ങളെ സഹായിക്കുന്നത് ആരാണ്? മണ്ണാണ്. അപ്പോൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. അതുപോലെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്? കൃഷിക്കില്ലേ, നമ്മൾ മണ്ണിലാണ് കൃഷി ചെയ്യുന്നത്. പിന്നെയോ വീട് നിർമ്മാണത്തിനില്ലേ മണ്ണ് നമുക്ക് ആവശ്യമാണ്. പിന്നെ അതുപോലെ നമുക്കൊരുപാട് പാത്രങ്ങളില്ലേ, മണ്ണ് കൊണ്ട് നമ്മൾ ഒരുപാട് പാത്രങ്ങളും ഒരുപാട് സാധനങ്ങൾ, ഓട് വീടുണ്ടാക്കാനുള്ള ഓട്, അതുപോലെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ കരകൗശല വസ്തുക്കളൊക്കെ നമ്മൾ മണ്ണിലാണ് നിർമ്മിക്കുന്നത് അല്ലേ. ഇനി നോക്കൂ അടുത്തത്, രൂപങ്ങൾ നിർമ്മിക്കാം. ഇവിടെ ഒരു കുട്ടി മണ്ണുകൊണ്ട് ഒരുപാട് രൂപങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. എന്തെല്ലാം രൂപങ്ങളാണ് ഉണ്ടാക്കുന്നത്? കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപങ്ങൾ കണ്ടല്ലോ. കുട്ടി കളിമണ്ണ് ഉപയോഗിച്ചുണ്ടാക്കിയ രൂപങ്ങളാണിവ. നമുക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതുപോലെ ഈ കുട്ടി ഉണ്ടാക്കുന്ന പോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ നിർമ്മിച്ച കളിമൺ രൂപങ്ങളുടെ പ്രദർശനം സംഘടിപ്പിക്കുക. നിങ്ങളെല്ലാവരും ക്ലാസ്സിലെ ഓരോരുത്തരും നിങ്ങൾക്ക് കഴിയുന്ന ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരിക. എന്നിട്ട് അതിനെ പ്രദർശനം സംഘടിപ്പിക്കുക. ഓക്കെ. രൂപങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ച മണ്ണിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? നിറം, തരികളുടെ വലിപ്പം എന്നിവ പരിശോധിക്കൂ. നമ്മൾ കളിമണ്ണിന് തീരെ തരികൾ ഉണ്ടാവില്ലേ, നല്ല മിനുസമുള്ള മണ്ണാണ് എന്ത്? കളിമണ്ണ്. നമ്മുടെ പരിസരത്ത് എല്ലായിടത്തുമുള്ള മണ്ണ് ഒരുപോലെയാണോ? നമുക്ക് പരിശോധിക്കാം. സ്കൂൾ മുറ്റം, മരച്ചുവട്, ജൈവ വൈവിധ്യ ഉദ്യാനം, കളിസ്ഥലം എന്നിവിടങ്ങളിൽ നിന്ന് മണ്ണ് ശേഖരിച്ച് നിരീക്ഷിക്കൂ. പട്ടിക പൂർത്തിയാക്കൂ. ഇവിടെ നിന്നൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടും പലതരത്തിലുള്ള മണ്ണുകളാണുള്ളത്. അതൊക്കെ ഒരുപോലെയാണോ എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്കൂൾ മുറ്റം, മരച്ചുവട്, ജൈവ വൈവിധ്യ ഉദ്യാനം, കളിസ്ഥലം എന്നീ സ്ഥലങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക? മണ്ണ് ശേഖരിച്ച് വയ്ക്കുക. എന്നിട്ട് താഴെ തന്നിട്ടുള്ള പട്ടിക പൂർത്തീകരിക്കണം. എങ്ങനെയാണ്? ശേഖരിച്ച സ്ഥലം, മണ്ണിൻ്റെ നിറം, മറ്റു പ്രത്യേകതകൾ. ഇതാണ് എഴുതേണ്ടത്. ഇങ്ങനെ എഴുതാം നമുക്ക്. സ്കൂൾ മുറ്റം, മണ്ണിൻ്റെ നിറം എന്താണ്? ചുവപ്പ്, വലിയ തരികൾ അല്ലേ. ഇനി മരച്ചുവട്, കാപ്പി, ചെറിയ തരികൾ. ജൈവ വൈവിധ്യ ഉദ്യാനം, നിറം കാപ്പി, പിന്നെ ചെറിയ തരികൾ. കളിസ്ഥലം, ചുവപ്പ്, വലിയ തരികൾ. നിങ്ങൾ ശേഖരിച്ച മണ്ണിനങ്ങളെല്ലാം ഒരേ നിറത്തിലുള്ളതാണോ? അല്ല അല്ലേ. തരികളുടെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട് അല്ലേ. കണ്ടെത്തലുകൾ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതുക. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 4 സ്ഥലങ്ങളിൽ നിന്നും മണ്ണ് ശേഖരിച്ചിട്ട് അതിൻ്റെ നിറവും പ്രത്യേകതകളൊക്കെ, വേറെ എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തി എഴുതണം. ഓക്കെ. മണ്ണിൻ്റെ കഥ.
കൂട്ടുകാരെ, എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ഞാനാണ് മണ്ണ്. ഞാൻ പലതരത്തിലും പല വിധത്തിലുമുണ്ട്. ഓരോ പ്രദേശത്തും എൻ്റെ സ്വഭാവം വ്യത്യാസപ്പെട്ടിരിക്കും. ലക്ഷക്കണക്കിന് സൂക്ഷ്മജീവികളും പല ജൈവ ഘടകങ്ങളും എന്നിലുണ്ട്. ആയിരക്കണക്കിന് വർഷത്തെ നിരന്തരമായ ജൈവ അജൈവ പ്രവർത്തനങ്ങളിലൂടെയാണ് ഞാൻ ഈ വിധത്തിൽ രൂപപ്പെട്ടത്. മണ്ണിൻ്റെ കഥയാണല്ലേ. മണ്ണെന്താ പറയുന്നത്? ഒരുപാട് വർഷത്തെ ജൈവ അജൈവ പ്രവർത്തനങ്ങളിലൂടെയാണ് മണ്ണ് രൂപപ്പെട്ടിട്ടുള്ളത്. പിന്നെന്താണ്? മണ്ണ് പലതരത്തിലും പല വിധത്തിലും ഉണ്ട് അല്ലേ. പിന്നെ മണ്ണിൽ ഒരുപാട് സൂക്ഷ്മജീവികളുണ്ട് അല്ലേ. അതാണ് മണ്ണ് പറയുന്നത്. മണ്ണിൻ്റെ കഥയാണ് പറയുന്നത് അല്ലേ. മണ്ണിൻ്റെ കഥയുടെ തുടക്കം വായിച്ചല്ലോ. മണ്ണിനുണ്ടാകുന്ന പ്രക്രിയയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തൂ. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് മണ്ണിൻ്റെ കഥ പൂർത്തിയാക്കി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. മണ്ണെങ്ങനെയാണ്? ഒരുപാട് വർഷത്തെ നിരന്തര ജൈവ അജൈവ പ്രവർത്തനങ്ങളിലൂടെയാണല്ലേ മണ്ണുണ്ടാവുന്നത്. പിന്നെ എന്താണ്? എങ്ങനെയാണ് അത്? മണ്ണൊലിപ്പ്, പാറ പൊട്ടിക്കൽ, കടലിലെ തിരമാലകൾ, ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് ഓരോ മണ്ണും രൂപപ്പെട്ടിട്ടുള്ളത്. മണ്ണിനുള്ളിൽ എന്തെല്ലാം? മണ്ണിനുള്ളിൽ കഴിയുന്ന ജീവികൾ ഏതെല്ലാം? എഴുതി നോക്കൂ. മണ്ണിനുള്ളിൽ കഴിയുന്ന ജീവികൾ ഏതൊക്കെയാണ്? മണ്ണിര അല്ലേ. പിന്നെയോ ഉറുമ്പ്, പിന്നെയോ പഴുതാര, അട്ട, ചിതലുകളില്ലേ, കുഴിയാന, ഇതൊക്കെ എന്താണ്? മണ്ണിൽ കഴിയുന്ന ജീവികളാണല്ലേ. ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് സ്കൂൾ പരിസരത്തെ മണ്ണ് നിരീക്ഷിക്കൂ. ഏതെല്ലാം ജീവികളെ കണ്ടെത്താൻ കഴിഞ്ഞു? അപ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ പരിസരത്തെ മണ്ണ് നിരീക്ഷിച്ചിട്ട് ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചിട്ട് നിരീക്ഷിക്കാനല്ലേ. എന്നിട്ട് അതിൽ ഏതെല്ലാം ജീവികളാണെന്നുള്ളത് കണ്ടെത്തി എഴുതണം. ഈ ജീവികൾക്ക് ആവശ്യമായ ഭക്ഷണം, ജലം, വായു എന്നിവ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഇതറിയുന്നതിനായി നമുക്ക് ചില പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാം. ആദ്യത്തെ പരീക്ഷണം എന്താണ്? മണ്ണിലെ വായു. മണ്ണിൽ വായു ഉണ്ടോ? എങ്ങനെ കണ്ടെത്താം മണ്ണിൽ വായു ഉണ്ടോ എന്നറിയാനുള്ള പരീക്ഷണമാണ്. എങ്ങനെ ചെയ്യാം? ഏതാനും ഉണങ്ങിയ മൺകട്ടകൾ എടുക്കുക. ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അതിലേക്ക് മൺകട്ടകൾ ഇടുക. എന്താണ് സംഭവിക്കുന്നത്? കണ്ടെത്തലുകൾ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുകയും എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതുകയും ചെയ്യൂ. എന്താണ്? ഉണങ്ങിയ മൺകട്ടകൾ ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ട് അതിലേക്കിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മൺകട്ടകളിൽ നിന്നും വായു കുമിളകൾ ഗ്ലാസ്സിലെ വെള്ളത്തിന് മുകളിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റൂലേ. അതിൻ്റെ അർത്ഥം എന്താണ്? മണ്ണിൽ വായു അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. ഇനി അടുത്ത പരീക്ഷണം, മണ്ണിലെ ജലാംശം. മണ്ണിൽ ജലാംശമുണ്ടോ? എങ്ങനെ കണ്ടെത്താം? അതിനുള്ള പരീക്ഷണമാണ്. ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ മണ്ണ് ശേഖരിച്ച് ഒരു സുതാര്യമായ കുപ്പിയിലാക്കുക. കുപ്പി അടച്ച് വെയിലത്ത് വയ്ക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് പരിശോധിക്കൂ. എന്തെല്ലാം മാറ്റങ്ങൾ കണ്ടെത്തി? കുപ്പിയുടെ വശങ്ങളിൽ എന്താണ് കാണുന്നത്? ഇത് എങ്ങനെ വന്നു? നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കുപ്പിയുടെ വശങ്ങളിൽ വെയിലത്ത് വെച്ചപ്പോൾ എന്താണ് കാണാൻ പറ്റിയത്? വെള്ളത്തുള്ളികൾ കാണാൻ പറ്റിയില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? വെള്ളത്തിൽ എന്താണ്? ജലാംശം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതെങ്ങനെയാണ് വന്നത്? വെള്ളം നമ്മുടെ സൂര്യപ്രകാശത്ത് വെച്ചപ്പോൾ അതിൽ നിന്നാണ് വെള്ളം നീരാവിയായിട്ട് പൊങ്ങി വന്നതാണല്ലേ. അങ്ങനെ മണ്ണിൽ ജലാംശമുണ്ടെന്ന് നമ്മൾ കണ്ടെത്തി. ഇനി മണ്ണിലെ ജൈവാംശം. ഒരു ഗ്ലാസ്സിൽ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ നിന്ന് ശേഖരിച്ച മണ്ണ് പകുതി നിറയ്ക്കുക. ഇതിലേക്ക് ജലം ഒഴിച്ച് നന്നായി ഇളക്കുക. എന്താണ് കാണാൻ കഴിയുന്നത്? നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങളെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഗ്ലാസ്സിൽ അടിഞ്ഞ മണ്ണിന് മുകളിലായിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ഇലകൾ, കമ്പുകൾ, ഉണങ്ങിയ ഇലകളും കമ്പുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റൂലേ. അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് എന്ത്? മണ്ണിലെ ജൈവ വസ്തുക്കളാണല്ലേ. അത് ഇലകളും കമ്പുകളൊക്കെ ഉണങ്ങിയിട്ടാണ് മണ്ണിന് ജൈവാംശം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് മണ്ണിൽ ജൈവാംശമുള്ളത് കൊണ്ടാണ് നമ്മൾ മണ്ണ് കലക്കിയപ്പോൾ എന്താണ്? ഇലകളും ഉണങ്ങിയ കമ്പുകളൊക്കെ വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വന്നത്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പരീക്ഷണങ്ങളാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഓക്കെ. ഇനി എന്താ അവിടെ തന്നിട്ടുള്ളത്?
ഉണങ്ങിയ ഇലകളും കമ്പുകഷ്ണങ്ങളും ജീവികളുടെ അവശിഷ്ടങ്ങളും അടങ്ങിയതാണ് ജൈവാംശം. ജൈവാംശം കൂടുതലുള്ള മണ്ണിലാണ് ചെടികൾ നന്നായി വളരുന്നത്. ജൈവാംശമുള്ള മണ്ണാണ് മണ്ണിരയുടെ ആഹാരം. നിങ്ങളുടെ വീട്ടുപരിസരത്ത് എവിടെയാണ് കൂടുതൽ ജൈവാംശമുള്ള മണ്ണുള്ളതെന്ന് കണ്ടെത്താൻ വളരെ സിമ്പിളാണല്ലേ. നമ്മൾ ഓരോ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് സംശയമുള്ള ഭാഗത്ത് നിന്ന് മണ്ണെടുക്കുക. ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്ത് അതിൽ വെള്ളം എടുത്തിട്ട് കലക്കി നോക്കുമ്പോൾ നമ്മൾ മുകളിൽ കണ്ട പോലെ ഉണങ്ങിയ ഇലകളും കമ്പുകളും ജീവികളുടെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെയാണ് മണ്ണിന് ഏറ്റവും കൂടുതൽ ജൈവാംശമുള്ളത്. ഓക്കെ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, മറക്കരുത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത പേജ് നോക്കൂ. വളരെ മനോഹരമായ ചിത്രമാണല്ലേ. എന്താണ് ഇവിടെ? ഇവിടെ കളിമൺ നിർമ്മാണമല്ലേ. കളിമണ്ണ് കൊണ്ട് രൂപങ്ങൾ നിർമ്മിക്കുകയാണല്ലേ. എന്തൊക്കെ രൂപങ്ങളാണുള്ളത്? ആന, പാത്രങ്ങൾ, നല്ല ഭംഗിയുള്ള ചട്ടികളൊക്കെ ഉണ്ടല്ലേ. കളിമൺ നിർമ്മാണമാണല്ലേ ഇത്. കളിമണ്ണ് കൊണ്ട് നിർമ്മിക്കുന്ന രൂപങ്ങളാണല്ലേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ രൂപങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. നമ്മുടെ വീട്ടിൽ ഒരുപാട് മൺപാത്രങ്ങളും മണ്ണ് കൊണ്ടുള്ള ഉപകരണങ്ങളൊക്കെ ഇല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓക്കെ, മണ്ണിനകത്തും പുറത്തുമായി വലുതും ചെറുതുമായ ലക്ഷക്കണക്കിന് ജീവികളുണ്ട്. സസ്യങ്ങൾ മണ്ണിൽ നിന്ന് ജലവും പോഷകങ്ങളും വലിച്ചെടുത്ത് വളരുന്നു. മനുഷ്യനുൾപ്പെടുന്ന ജീവികൾ വിവിധ ആവശ്യങ്ങൾക്കായി മണ്ണിനെ ആശ്രയിക്കുന്നു. മണ്ണ് മലിനമാകാതെയും ഫലപുഷ്ടി നഷ്ടപ്പെടാതെയും സംരക്ഷിച്ചാലേ നമുക്ക് നിലനിൽക്കാനാകൂ. അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മുടെ മണ്ണിനെ ആശ്രയിച്ചിട്ടല്ലേ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ജീവികൾ ജീവിക്കുന്നുണ്ട്. അതുപോലെ എന്താണ്, സസ്യങ്ങൾ എങ്ങനെയാണ് മണ്ണിൽ നിന്നാണ് ജലവും പോഷകങ്ങളൊക്കെ വലിച്ചെടുത്തിട്ട് വളരുന്നതല്ലേ. അപ്പോൾ എന്താണ്, മണ്ണ് മലിനമാകാതെയും ഫലപുഷ്ടി നഷ്ടപ്പെടാതെയും സംരക്ഷിച്ചാൽ മാത്രമേ നമുക്കിവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ആദ്യത്തെ പ്രവർത്തനമാണ് വിലയിരുത്താം എന്നുള്ളതിൽ ആദ്യത്തെ പ്രവർത്തനം ആശയപടം പൂർത്തിയാക്കുക. മണ്ണും ജലവും, അതിൽ മണ്ണിൽ എന്തെല്ലാം ഉള്ളത് നമ്മൾ പഠിച്ചില്ലേ. വായു, ജലാംശം, അതുപോലെ ജൈവാംശം. ഇനി മണ്ണിലെ ജീവികൾ ഏതൊക്കെയാണ്? മണ്ണിര, ചിതൽ, കുഴിയാന. ജലത്തിൻ്റെ ഉപയോഗം എന്താണ്? ആവാസത്തിന്, കുടിക്കാൻ, കുളിക്കാൻ. ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ്? കിണർ, പുഴ, തോട്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. കുട്ടനും കൂട്ടുകാരും കളിക്കാനായി നദീതീരത്തെത്തി. അവർ കഴിച്ച മിഠായിയുടെ കവറുകൾ വെള്ളത്തിലേക്കെറിഞ്ഞു. അപ്പോൾ നദിയിലെ മീൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വീട് പോലെയാണ് ഞങ്ങൾക്ക് ഈ നദി. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ നാം എന്തെല്ലാം ചെയ്യണം? ഓക്കെ, അപ്പോൾ എന്താണ്? ഈ അഭിപ്രായത്തോട് യോജിക്കുന്നു. മാലിന്യങ്ങൾ നദിയിലേക്ക് വലിച്ചെറിഞ്ഞാൽ നദീജലം മലിനമാവും. തുടർന്ന് അതിൽ ജീവിക്കുന്ന ജീവികൾക്ക് നാശം സംഭവിക്കുകയും ചെയ്യും. ഇനി ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? മാലിന്യങ്ങൾ നദിയിലേക്ക് വലിച്ചെറിയാതിരിക്കുക. പിന്നെയോ വാഹനങ്ങളിലെ നദികളിൽ ഇറക്കി കഴുകാതിരിക്കുക. അങ്ങനെ കഴുകിയാൽ എന്താണ്, അതിലുള്ള ഓയിലുകളും കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ പടർന്ന് വെള്ളം നാശമായി പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ഇനി നോക്കൂ, അടുത്തത് എന്താണ്? തുടർ പ്രവർത്തനങ്ങൾ. ആദ്യത്തെ പ്രവർത്തനം എന്താണ്? വിവിധ നിറങ്ങളിലുള്ള കല്ലുകൾ ശേഖരിച്ച് നന്നായി പൊടിച്ചെടുക്കുക. ചാർട്ട് പേപ്പറിൽ പൂക്കളുടെയും മറ്റു ചിത്രങ്ങൾ വരച്ച് പൊടിച്ചെടുത്ത മണ്ണ് പശയെ ഉപയോഗിച്ച് ചിത്രങ്ങളിൽ പതിപ്പിക്കുക. എന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്കാണ് അല്ലേ. എന്താണ്, പല നിറത്തിലുള്ള കല്ലുകൾ ശേഖരിച്ചിട്ട് അത് പൊടിച്ചിട്ട് ചിത്രം വരയ്ക്കുക. എന്നിട്ട് അതിൽ പശ തേച്ചിട്ട് ഈ മണ്ണ് അതിൽ പതിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അതിലെ രണ്ടാമത്തെ പ്രവർത്തനം എന്താണ്? വിവിധ ഇനം മണ്ണുകൾ ശേഖരിച്ച് സ്കൂളിൽ പ്രദർശനം സംഘടിപ്പിക്കുക. നമ്മുടെ ഭൂമിയിൽ വിവിധ തരം മണ്ണുകളുണ്ടെന്ന് നമ്മൾ മുമ്പ് പഠിച്ചില്ലേ, മണ്ണിൻ്റെ കഥ പറഞ്ഞപ്പോൾ പഠിച്ചു. നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ ശേഖരിച്ചിട്ട് സ്കൂളിൽ പ്രദർശനം സംഘടിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള ജലവും മണ്ണിലും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നോക്കുക. നമ്മളതിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ടല്ലേ, അതൊക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നുള്ള പാഠഭാഗങ്ങളും എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ മുടങ്ങാതെ കാണുന്നതിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ.